ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ KSRTC സ്റ്റാൻഡിലാണ്. ഇന്ന് ഇവിടെ 50ഓളം സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഇംപാനൽ ജീവനക്കാർ കണ്ടക്ടർമാരായ ഇംപാനൽ ജീവനക്കാർ 3567 വരെ പിരിച്ചു വരണം, അതിനുശേഷം PSC ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്ന നിലപാടാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായി ഇന്ന് KSRTC, അതായത് തമ്പാനൂർ KSRTCയിൽ നിന്നും തിരുവനന്തപുരം സോണിൽ നിന്നും 50 സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. എറണാകുളത്ത് നിന്നും 215 സർവീസുകളും പത്തനംതിട്ട 15 എന്നിങ്ങനെയാണ് കേരളത്തിൽ സംസ്ഥാനത്തൊട്ടാകമായി 450-ലധികം സർവീസുകൾ റദ്ദാക്കി എന്നാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇംപാനൽ ജീവനക്കാർക്ക്, അതായത് ജോലി നഷ്ടമായ ഇംപാനൽ ജീവനക്കാർ മലയാളത്തിൽ പ്രതികരിക്കുന്നതാണ്. 10-13 വർഷം ഇവിടെ ഈ കോർപ്പറേഷൻ വർക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇനി ജീവിതമാർഗം എങ്ങനെ മുന്നോട്ട് പോകും എന്ന ആശയക്കുഴപ്പത്തിലാണ് അവരുള്ളത്. എന്തായാലും അദ്ദേഹം നമ്മളോട് മലയാളത്തിൽ പ്രതികരിക്കുന്നതാണ്. ഞാൻ 13 വർഷമായി. 2004 6 ജനുവരിയിലാണ് ഞാൻ ഈ വ്യവസായത്തിനകത്ത് ജോലി ചെയ്തത്. ആദ്യമായി ഡ്യൂട്ടി ചെയ്തത് 10/1/2006 കഴിഞ്ഞ 13 വർഷം ഈ വ്യവസായത്തിനകത്ത് ജോലി ചെയ്യുന്നു. ഈ വ്യവസായത്തിൽ കഴിഞ്ഞ കുറേ നാളുകൊണ്ട് ജീവനക്കാരുടെ പേരിൽ ഒരു സോക്രട്ടീസിൻ്റെ വാള് പോലെ ഒരു ഭീഷണി, പിരിച്ചുവിടൽ ഭീഷണി കുറേ കാളുകൊണ്ട് മാനേജ്മെൻറ്റും ചില കുബുദ്ധികളും എല്ലാം കൊണ്ടു നടക്കുന്നുണ്ട്. കാരണം മാനേജ്മെൻറ്റിന് ഇതിനെ നേരെ കൊണ്ടു നടക്കാനുള്ള താല്പര്യങ്ങളില്ലാത്തൊരു രീതിയിലാണ് പല വിഷയത്തിലും. അത് ജീവനക്കാർ അനാരോഗ്യമുള്ളവരെ പിരിച്ചുവിടുന്നു. ഒരു നാട്ടിൽ ഒരു നിയമവും ബാധകമല്ലെന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റ് പോകുന്നത്. കാരണം ഈ വിധി പോലും പരിശോധിച്ചാൽ വിധിയുടെ ആദ്യത്തെ ഭാഗത്തിൽ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് ഹൈക്കോടതി പലതവണ ആവശ്യപ്പെട്ട് 3/12 പറഞ്ഞ വിധിയിൽ ട്രാൻസ്പോർട്ടിൻ്റെ KSRTCയുടെ നിലപാട് എന്തെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വിധി ഉണ്ടായതെന്ന് ആണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതിയിലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ വക്കീലന്മാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിരൂക്ഷമായി പ്രതികരിക്കേണ്ടി വന്ന കോടതിക്കുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ KSRTCയുടെ മാനേജ്മെൻ്റ് എടുത്ത നിലപാടാണ്. PSCക്കാർക്ക് ഈ KSRTCയിലെ ഒരു താൽക്കാലിക ജീവനക്കാരും ഭീഷണിയല്ല. കാരണം KSRTCയിലെ താൽക്കാലിക ജീവനക്കാർക്ക് ഒരു നിയമാനുസരണമുള്ള ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടല്ല KSRTCയിലെ താൽക്കാലിക ജീവനക്കാർ നൽകുന്നത്. അവർ ജീവിതം മുന്നോട്ടെന്നുള്ളത് പകച്ചു നിൽക്കാനുള്ളതല്ല, ജീവിതത്തിൽ പോരാടുക എന്നുള്ളതാണ് ഇത്രയും കാലം ഞങ്ങൾ പഠിച്ചു വന്നത്, വളർന്നതും അത് തന്നെയാണ്. ഞങ്ങളെ ഈ പിരിച്ചുവിടൽ എന്ന് പറഞ്ഞിരുന്ന ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെയൊക്കെ മരണത്തിന് കീഴടങ്ങുമെന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട. ഞങ്ങളെല്ലാവരും ഈ KSRTCക്കകത്ത് ജോലി ചെയ്യുമ്പോൾ തന്നെയും സ്വന്തമായി അറിയാവുന്ന തൊഴിലുകൾ പലരും ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം 450 രൂപ ശമ്പളത്തിന് ഈ കേരളത്തിലെ 700 രൂപ മിനിമം വേതനം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ 16 മണിക്കൂറും 22 മണിക്കൂറും ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് 8 മണിക്കൂറിന് 450 രൂപയാണ് കിട്ടുന്നത്. ആ വേതനത്തിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പലരും പല തൊഴിലും ചെയ്യുന്നവരുണ്ട്. ഈ KSRTCക്കകത്ത് ജോലി ചെയ്തുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞു പോയി വിദ്യാഭ്യാസമുള്ള സുഹൃത്തുക്കൾ ട്യൂഷൻ എടുക്കുന്നവരുണ്ട്. അവരുടെ നിലനിൽപ്പ്, കാരണം ഈ കിട്ടുന്ന വേതനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഒരു സർക്കാർ ജോലി എന്നുള്ള ഒരു ഇതല്ലാതെ വേറൊരു പരിരക്ഷയും ഇതിനകത്തില്ല. കാരണം 20 ഡ്യൂട്ടി തികഞ്ഞില്ലെങ്കിൽ 1000 രൂപ പിടിക്കും. സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും സുഖമില്ലാതെ ആശുപത്രി കിടന്നാൽ അതിന് ലീവ് കിട്ടത്തില്ല. ആ കാലഘട്ടത്തിലെ ലീവ് പരിഗണിക്കില്ല. 1000 രൂപ പിടിക്കും എന്നുള്ളൊരു വിചിത്രമായ നിയമമുണ്ട് KSRTCയിൽ. ഇല്ല, ഇതിൽ സർക്കാരിൻ്റെ നിലപാട് അനുകൂലമാണ്. സർക്കാർ പിരിച്ചുവിടരുതെന്ന് കർശനമായ നിർദ്ദേശം മാനേജ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് പലതവണ പിരിച്ചുവിടാൻ വേണ്ടി നോട്ടീസുകൾ സർക്കാരിലേക്ക് കത്തെഴുതി എല്ലാം ചെയ്തിട്ടും സർക്കാർ കഴിഞ്ഞ ഒക്ടോബർ 2 പണിമുടക്കുമായി ബന്ധപ്പെട്ട് നടന്ന സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ സമരസമിതിക്ക് ഉറപ്പ് നൽകിയത് ഇപ്പോൾ പിരിച്ചുവിട്ടവരെയും മെക്കാനിക്ക് ആ ഘട്ടത്തിൽ പിരിച്ചുവിട്ടവരുണ്ട്. ആ മെക്കാനിക്കുകൾ ഉൾപ്പെടെ അല്ല, ഇതിനകത്തൊരു PSC ലിസ്റ്റ് നിലനിൽപ്പുണ്ട്. KSRTCയുടെ നിയമനത്തിൻ്റെ പൂർണ്ണ ചുമതല 1970 മുതൽ PSCക്കാണ്.
PSCക്ക് ലിസ്റ്റ് ഇല്ലാത്ത ഘട്ടത്തിൽ KSRTCയുടെ നടത്തിപ്പിന് വേണ്ടി താൽക്കാലിക സംവിധാനമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി. പക്ഷേ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി വരുന്നവർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. അവർക്ക് ബേസിക് പേ പ്ലസ് DA 26-ന് 4 വീക്കിലി ഓഫ് ഇതൊന്നും കൊടുക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെയാണ് ഈ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇവരെ എങ്ങനെ പിരിച്ചുവിടാം എന്നൊരു അഭിബുദ്ധി കാണിച്ചാണ്. 4 തവണ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടും മറുപടി കൊടുത്തിട്ടില്ല. വിമർശനങ്ങൾ വരുമ്പോൾ പറയും എൻ്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. ഹൈക്കോടതി വിധിയിൽ തന്നെ വ്യക്തമായി മേളിൽ പറഞ്ഞിട്ടുണ്ട് 3/12/2018 വിധിയിലേക്ക് കാരണം ഹൈക്കോടതിയിൽ KSRTC അഫിഡവിറ്റ് ഫയൽ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പം മാനേജ്മെൻറ്റാണ് ഇതിലെ പ്രതി. സർക്കാരിനെ സംബന്ധിച്ചോളം സർക്കാരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്നുള്ള വിവരം ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ പിരിച്ചുവിടുന്നതിനെതിരാണ്. കാരണം ഈ വ്യവസായം നിലനിൽക്കുന്നത് താൽക്കാലിക ജീവനക്കാരെ കൊണ്ടാണ്. ഇന്നലെ 500ഓളം സർവീസ് വീണു. ഈ 500 സർവീസ് വീഴുമ്പോൾ 5 ലക്ഷം 10 ലക്ഷം രൂപ KSRTCയുടെ ഇന്നത്തെ പണം, ഇന്ന് ഓടുന്ന വണ്ടി ഇന്ന് ഓടിയാൽ ഇന്ന് കിട്ടുന്ന പണമേ ഇന്ന് കിട്ടുള്ളൂ. ഇന്ന് കിട്ടേണ്ട പണം നാളെ കിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു നയം. ഇന്ന് ഞാൻ കച്ചവടം ചെയ്യേണ്ട സാധനം ഇന്ന് ഞാൻ കച്ചവടം ചെയ്യാതെ നാളെ കച്ചവടം ചെയ്താൽ അതിനേക്കാൾ ഇരട്ടി പൈസ കിട്ടും എന്നുള്ള മോഹമൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഞാനൊരു കച്ചവടക്കാരനാണ്. ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ ആ ചെയ്ത ഞാൻ പോലും ഇന്ന് രാവിലെ 5 മണിക്ക് കട തുറന്ന് വിൽക്കാനുള്ള താല്പര്യം കാണിച്ചാലേ ലാഭമുള്ളൂ. 10-15 വർഷം ഈ കോർപ്പറേഷനിൽ പണിയെടുക്കുകയും ഒരു മുന്നറിയിപ്പും കൂടാതെ പറഞ്ഞു വിടുമ്പോൾ 3000-ലധികം കുടുംബങ്ങളാണ് അനാഥരാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതമാർഗം എങ്ങോട്ട് പോകണമെന്ന ഒരു ആശയക്കുഴപ്പത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് 21-ാം തീയതി സംയുക്ത യൂണിയൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടറി മാർച്ച് സംഘടിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി. അവരുടെ ജീവിതം സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം ഗവൺമെൻറ് കണ്ടെത്തണം എന്നാണ് അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ. KSRTC ചാനലിൽ നിന്നും മലയാള വാർത്തയ്ക്ക് വേണ്ടി ദിലീപ് കുമാർ.